സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോ M3 ആണ്. പുതിയൊരു സന്തോഷ വാർത്ത ഉണ്ട്. ഇനി മുതൽ നമ്മുടെ ചാനലിൽ പോക്കോ മൊബൈലുകളോടെയും അൺബോക്സ് ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പോക്കോൻ്റെ മൊബൈൽ പുതിയ ഇറങ്ങുന്ന മൊബൈലും നമുക്ക് നേരിട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു വിവരം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ചാനലിൽ പോക്കോ മൊബൈലിൻ്റെ അൺബോക്സിംഗ് കൂടി ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നത് സാംസങ്, ഓപ്പോ, അതുപോലെ തന്നെ ഹുവായി, റെഡ്മി ഇങ്ങനെയുള്ള കമ്പനികൾ മാത്രമായിരുന്നു. പോക്കോൻ്റെ മൊബൈൽ ഇതുവരെ നമ്മൾ ഒരൊറ്റ ഫോണുകളും അൺബോക്സ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ഒരു മൊബൈലാണ് ഈ പോക്കോ M3. അപ്പോൾ ഇനി മുതൽ പോക്കോൻ്റെ മൊബൈലുകൾ ഇറങ്ങുന്നത് മിക്കവാറും ഒരു 25,000 രൂപേൻ്റെ താഴെയുള്ള മിക്ക ഫോണുകളും നമ്മളെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലുള്ള പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഞാൻ കാത്തിരി പിള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിവിടെ പോക്കോ M3 ഇന്ന് അൺബോക്സ് ചെയ്യാൻ എടുത്തിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ബോക്സിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണുന്നത് 6000 mAh ബാറ്ററിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ഫോൺ 2 വേരിയൻറ്റുകളിലായിട്ട് ലഭ്യമാണ്. ഒന്ന് 64 GB, മറ്റൊന്ന് 128 GB. രണ്ടിലും 4 GB റാമാണ് കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് 4 GB റാമോട് കൂടിയുള്ള 64 GB സ്റ്റോറേജ് ഉള്ള ഈ ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ പോക്കോ M3 നമ്മളിവിടെ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് സാധാരണ ഫോണുകളിലൊക്കെ കാണാറുള്ള പോലെ ഇവിടെ ഒരു വെൽക്കം പാക്ക് കാണുന്നുണ്ട്. ഈ ഒരു പാക്കിലുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഫോണും കൂടി ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഫോൺ പുറത്തേക്ക് എടുത്തിട്ട് ഈ ഒരു സൈഡിൽ വെച്ചതിന് ശേഷം ബോക്സിൽ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഒരു ടൈപ്സിൻ്റെ ഒരു USB കേബിളാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഒരു 18 വാട്ട്സിൻ്റെ ഒരു ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടുണ്ട്. ഹെഡ്ഫോണോ അല്ലെങ്കിൽ മറ്റു അക്സസറീസ് ഒന്നും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇനി നമുക്ക് ഒരു വെൽക്കം പാക്കും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സിം റിമൂവ് ചെയ്യാനുള്ള ഒരു പിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ബോക്സിൻ്റെ അകത്തായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് 2 കാറ്റലോഗ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചും നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മൊബൈലിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെ പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പോക്കോ M3 48 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ, 6000 mAh ബാറ്ററി, 6.53 ഫുൾ HD ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 662 പ്രൊസസ്സർ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മൊബൈലിൻ്റെ പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്കറും കൂടി ഒന്ന് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്കറും കൂടി റിമൂവ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി മൊത്തത്തിലൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മൈക്രോഫോൺ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് C ഇൻപുട്ട് കാണുന്നുണ്ട്, സ്പീക്കർ കാണുന്നുണ്ട്. ഈ ഒരു വശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് പവർ ബട്ടണോട് കൂടിയുള്ള ഫിംഗർ പ്രിൻറ്റ് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വോളിയം അപ്പ് ഡൗൺ ബട്ടൺ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തും ഒരു സ്പീക്കർ കാണുന്നുണ്ട്. അതായത് ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകതയാണ് ഡ്യുവൽ സ്പീക്കർ ഫോൺ എന്നുള്ളത്. പിന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇതിൻ്റെ മുകൾ വശത്താണ് കാണുന്നത്. ഈ ഒരു വശത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സിം കാർഡ് ട്രേ ഈ ഒരു വശത്തായിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ സിം കാർഡ് ട്രേ ഒന്ന് അയച്ചു നോക്കാം. കാരണം ഇതിൽ എത്ര സിം കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ പരിചയപ്പെടാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാപിക്സലാണ്. ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമറയിൽ മെയിൻ ക്യാമറ വരുന്നത് 48 മെഗാപിക്സലാണ്. അതോടൊപ്പം തന്നെ ഇതിൽ മാക്രോ ലെൻസ് വരുന്നത് 2 മെഗാപിക്സലും ഡെപ്ത് സെൻസർ വരുന്നത് 2 മെഗാപിക്സലും. ഈ ഒരു സൈഡിലായിട്ട് LED ഫ്ലാഷ് ഉണ്ട്. അതോടൊപ്പം തന്നെ പോക്കോൻ്റെ ലോഗോ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ബോഡി വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത് 1080x2340 പിക്സലാണ്. സ്ക്രീൻ റേഷ്യോ വരുന്നത് 19:9 ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് LCD ആണെന്നുണ്ടെങ്കിലും കോമിൻ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 6000 mAh ആണെന്നുണ്ടെങ്കിലും ഫോണിൻ്റെ വെയിറ്റ് ആയിട്ട് വരുന്നത് വെറും 198 ഗ്രാമാണ്.
ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഫോണൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ഫോൺ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഇതിൻ്റെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് എബൌട്ട് ഫോണിലേക്ക് പോയി നോക്കാം. എബൌട്ട് ഫോണിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഫോൺ 64 GB നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇത് 64 GB ഫോണാണ്. പക്ഷേ 64 GB 15 GB ഇതിൽ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫോണിനകത്ത് ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഇതിൽ പ്രീഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനും വേണ്ടിയിട്ട് 15 GB ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഉപയോഗിക്കാൻ കിട്ടുന്നത് ഏകദേശം 50 GB നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ വെർഷൻ ആൻഡ്രോയിഡ് വെർഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആൻഡ്രോയിഡ് 10 ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ MIUI വേർഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ MIUI 12 ഇതിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എബൌട്ട് ഫോണിൽ കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫാക്ടറി റീസെറ്റ് ഇതുപോലുള്ള ഓപ്ഷനുകളൊക്കെ ഈ ഒരു കമ്പനി ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എബൌട്ട് ഫോണിലാണ്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ ലോക്ക് സിസ്റ്റം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ സ്ക്രീൻ ലോക്കിനെ പറ്റി നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും സാധാരണഗതിയിലുള്ള ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റ് ലോക്കും ഇങ്ങനെയുള്ള എല്ലാ അത്യാധുനിക ലോക്ക് സൗകര്യങ്ങളും ഈ ഒരു ഫോണിൽ ലഭ്യമാണ്. ഇതിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു V ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റിൻ്റെ എത്രത്തോളം ഫാസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫിംഗർ പ്രിൻറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ഫിംഗർ പ്രിൻറ്റ് ഒന്ന് ലോക്കാക്കി നോക്കാം. ആദ്യം തന്നെ ഞാൻ ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെക്കുമ്പോൾ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ ഇഷ്യൂ ഒന്നുമില്ല. അടുത്തതായിട്ട് നമുക്ക് സ്ക്രീൻ സെൻസർ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു ഫോണിൽ സ്ക്രീൻ സെൻസർ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി സെറ്റിങ്സിലോ എവിടെയാണെങ്കിലും ഒളിഞ്ഞ് കിടപ്പുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നോർമലി നമുക്ക് നോക്കുമ്പോൾ ഇതിൽ സ്ക്രീൻ സെൻസർ ഒന്നും കാണുന്നില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ തന്നെ ടച്ച് ചെയ്താണ്ട് ഓൺ ആക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഇത് ഈ ഒരു ഫോണിൻ്റെ വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറയാണ് നമുക്ക് പരിശോധിച്ച് നോക്കാനുള്ളത്. എല്ലാവർക്കും നമുക്ക് അറിയേണ്ടത് ഒരു ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്യാമറ കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന്. പക്ഷേ നമ്മൾ പരിമിതിക്കുള്ളിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ക്യാമറൻ്റെ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറൻ്റെ ഒരു റിവ്യൂ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നത് ഇതിൽ പ്രോ ക്യാമറ കാണുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്, ഫോട്ടോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെയാണ് കാണുന്നത്. ഇനി നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അകത്തായിട്ട് സ്ലോ മോഷൻ കാണുന്നുണ്ട്, ഡോക്യുമെൻറ്റ്, പനോരമ, ടൈം ലാപ്സ്, അതുപോലെ തന്നെ നൈറ്റ് മോഡ്, 48 മെഗാപിക്സലിൻ്റെ ഷോർട്ട് വീഡിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാമറൻ്റെ അകത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വിട്ടുപോയത്, അതായത് വീഡിയോ പറഞ്ഞാൽ നമ്മൾ എത്രയും ടൈം കുറച്ചാണ്ട് മാക്സിമം ചെറുതാക്കിയാണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പം ഒരു പക്ഷേ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റീപ്ലൈ തന്നിരിക്കും. അപ്പോൾ മറ്റൊരു